ഹായ് ഫ്രണ്ട്സ്, എം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലും നമ്മുടെ മാവുകളാണ് ഒരുപാട് പൂത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാവുകളെ വിശേഷം കൂടുതൽ നോക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കാലാപ്പാടി നിറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് നട്ടിട്ട് ഒരുപാട് വർഷമായി. ഇത് നമ്മളെ കൊശ്ശേരിൽ മാവാണ്. അപ്പം ഇത് പ്രാവശ്യം ഒരുപാട് പൂ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്. കൊശ്ശേരിൽ മാങ്ങ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാങ്ങിച്ച് നട്ടത് ഇത് കൊശ്ശേരിലാണ്. പ്രാവശ്യം തരക്കേടില്ലാതെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇത് തൈ നമ്മൾ കാണാൻ ചെറുതാണെങ്കിലും നല്ല വർഷം പഴക്കമുള്ള മാവ് തന്നെയാണിത്. ഈ മാവ് നല്ല സമയമെടുക്കും ഇത് മൂക്കാനായിട്ട്. നല്ല വലിപ്പമുള്ള അങ്ങനെയാണിത്. പ്രാവശ്യം നമ്മുടെ ക്രിംസൺ റെഡ് പേരയ്ക്ക എല്ലാവരുടെ വീട്ടിലും ഒരു തൈ മേടിച്ച് വയ്ക്കുക. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് കുരുവില്ല. ഞാൻ മേടിച്ചത് ഹോം ഗ്രൗണ്ടിൻ്റെയാണ്. അപ്പം ഒരു തൈ മേടിച്ച് വയ്ക്കുക, നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അത് കായ്ച്ചപ്പം എടുത്ത് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഈ നമ്മുടെ തൈയിൽ നിന്ന് തന്നെ ഒരു 8-9 പേരയ്ക്കോളം കിട്ടി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്രിംസൺ റെഡ്. ഇപ്പോഴും പൂവ് നിൽപ്പുണ്ട്, മുട്ടിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു 8-9 പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കുരുവില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ക്രിംസൺ റെഡ് അത് പേര മേടിച്ച് വെക്കുന്നതിൽ തെറ്റില്ല. നല്ലൊരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഇവിടെ നെല്ലിയാണ്. ഇത് നട്ടിട്ട് കുറേ വർഷങ്ങളായി. വലിയ മരമായി, എൻ്റെ ബഡ് പോയി. അതാണ് വേറൊരു വിഷയം. നമുക്ക് നെല്ലിക്ക ഉണ്ടാകുന്നേ അറിയില്ല. പക്ഷേ പ്രാവശ്യം താഴെ മൂട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇതാണ് ഒരുപാട് നെല്ലിക്ക നല്ല പൊഴിഞ്ഞ് കിടപ്പുണ്ട്. വേണ്ട നെല്ലിക്ക നല്ല വലിപ്പമുള്ള നെല്ലിക്ക മേടിച്ച് നട്ടതാണ്. പക്ഷേ കായ്ച്ചു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. തറയിലൊക്കെ നമുക്ക് ഒരുപാട് പൊഴിഞ്ഞ് കിടപ്പുണ്ട്. വേണ്ട ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടർക്കോണം അല്ലെങ്കിൽ നമ്മുടെ വരിക്കമാവ് അത് നിറച്ച് പൂത്തായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ഇപ്രാവശ്യം പിടിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് കോട്ടർക്കോണം, ചെങ്കവരിക്ക എന്നൊക്കെ പറയുന്ന മാവ്. ഇത് നമ്മുടെ കാട്ടിമോൺ അഡീനിയം, റോസ് കളർ അഡീനിയമാണ്. റെഡുണ്ട്, ഡപ്പുറത്താണ്. ഇത് റോസ് പ്രാവശ്യം ഒരുപാട് പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് റെഡാണ് കൂടുതലിഷ്ടം. മല്ലിക മാവാണ്. മല്ലിക മാവ് ദണ്ട മാങ്ങ പിടിച്ചിട്ടുണ്ട് പ്രാവശ്യം. കവറിട്ട് നിർത്തിയിട്ടുണ്ട്. എന്താ അല്ലാതെ വേണ്ട. ഇവിടെ മല്ലിക മാവ് മാങ്ങ അതണ്ട ഇടയ്ക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇടയ്ക്ക് മറക്കൊക്കെ ഉണ്ട്. വേണ്ട ഇത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു പ്ലാൻഡ് വീഡിയോ അല്ല, അതാണ് എല്ലാം റാൻഡായിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് കണ്ടുവരാം. നമ്മളെ ചാനലിലുള്ള ഒരു വീഡിയോ പ്ലാൻഡ് അല്ല. ഏതുണ്ട്
ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇടയ്ക്ക് മുറിക്കൊക്കെ അത് നമ്മുടെ ചീര കൃഷി ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാങ്ങ എല്ലാം നമ്മൾ എടുത്തതിന് ശേഷം ഇതിന് മൊത്തത്തിൽ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് വിടണം. വേണ്ട വേറെ പൂവ് വരുന്നുണ്ട്. വേണ്ട പൂവുണ്ട്, അതുപോലെ മാങ്ങയുണ്ട്. ഇപ്രാവശ്യം എത്തി കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് കൂടുതൽ ഈ മാവിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കിട്ടിയാൽ പോരാ. എന്നാലും വേണ്ട കേടായി. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ റെഡ് ബനാന മാംഗോ പ്ലാന്റാണ്. പക്ഷേ ഇതിന് ചെറിയൊരു അസുഖം ബാധിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ അറിയാം, മാവിൽ വരുന്ന ഒരു ചെറിയൊരു അസുഖമാണ്. അതുകൊണ്ട് ഇതേപോലെ ഫംഗസാണ് പ്രശ്നം. അതുകൊണ്ട് ഇതേപോലെ ഇലയൊക്കെ പൊഴിഞ്ഞ് കറുത്ത് തടി ഉണ്ട്, ഇവിടെയൊക്കെ കറുത്ത് ഉണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചിലപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉണ്ട്, ഇതിൽ തണ്ടിൽ വരുന്നൊരു അസുഖമാണ്. കേട്ടോ, ഫംഗസാണ് ഇത് പ്രശ്നം. ഇത് മൊത്തത്തിൽ നമുക്ക് ഡാമേജായി. ഉണ്ടോ 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 ഇതിലേക്ക് ഇതേപോലെ ഉണങ്ങി അങ്ങ് പോകും. ഇതേപോലെ അസുഖം വന്നൊരു പ്ലാന്റാണ്. ഇതുണ്ട്, ഇത് നാംഡോക് മൈ ഗോൾഡാണ്. അത് സെയിം അസുഖമായിരുന്നു. നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാഫ് തേച്ച് കൊടുത്തത്. സാഫ് തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് റെഡിയായി ഇത് അങ്ങനെ റെഡിയായി വന്നതാണ്. ഫ്രണ്ട്സ്, ഇതുപോലെ വെട്ടി വൃത്തിയാക്കി കൊടുത്ത് നമ്മൾ സാഫ് നല്ല രീതിയിൽ കട്ടിക്ക് നമ്മൾ ബ്രാഞ്ചസിലൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഈ അസുഖം. ഇത് വിത്ത് വീണ് പഠിച്ചതാണ്. അമരയ്ക്ക ഉണ്ട്. ഒരു സാമ്പാറിലൊക്കെ ഇത് അമരയ്ക്ക ഇത് തോരനും വയ്ക്കാം, നല്ല ടേസ്റ്റാണ്. സാഫ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് കട്ടിക്ക് ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അടുത്ത് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. then ആപ്പിൾ റൊമാനി, ആപ്പിൾ റൊമാനി മാംഗോ പ്ലാന്റാണ്. നല്ല ആപ്പിളിൻ്റെ ഷേപ്പിലാണ് മാംഗോ വരുന്നത്. പ്രാവശ്യം നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബംഗനപ്പള്ളി മാംഗോ പ്ലാന്റാണ്. ബംഗനപ്പള്ളി ഇത് നേരത്തെ കായ്ച്ചിട്ടുണ്ട്. ചെറിയൊരു പുഴുക്കേട് വരാൻ ചാൻസ് ഉള്ള മാങ്ങയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ. ഈ കായ്ച്ചീരൊക്കെ ശല്യം കൊണ്ട് പെട്ടെന്ന് കേടായി പോണ മാങ്ങയാണ്. പക്ഷെ നല്ല വലിപ്പവും നല്ലൊരു ടേസ്റ്റാണ്. നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. ഇതാണ് മാങ്ങ, നല്ല സൈസാവും. വേണ്ട നല്ല സൈസാകുന്ന ടൈപ്പ് മാങ്ങയാണ്. വേണ്ട വേണ്ട ഒരുപാട് ഇതിപ്പം പൂക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മൽബറി പ്ലാന്റ്. ഞാനൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് സംഭവം വളരെ വലിയൊരു മരമായിട്ട് അങ്ങ് പോയാണ്. ഇപ്പം പ്രൂൺ ചെയ്ത് ഷോർട്ടാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങണ്ടൊക്കെ കുറച്ച് വേണ്ട വേണ്ട ഇപ്പം ഉണ്ട്. ഇവിടെ എവിടെയൊക്കെ ഇപ്പം ഉണ്ട്. നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് നമ്മളെ പാകിസ്ഥാൻ മൽബറിയാണ്. വേണ്ട നല്ല ഹൈറ്റ് പോയാണ്. ഇപ്പം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ തേൻവരിക്കയാണ്. തേൻവരിക്ക ഇപ്രാവശ്യം നിറയെ ചക്ക ഇപ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. തേൻവരിക്കയുടെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ നാട്ടുമാങ്ങ ചപ്പിക്കുടിയൻ മാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. നല്ല ടേസ്റ്റ് മാംഗോ ആണ്. നിറച്ചും പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അങ്ങ് വെള്ളത്തെ കൊമ്പിലൊക്കെ ധാരാളം പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട്. നമ്മളിത് നട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇത് വല്ലപ്പോഴും നിറച്ച് പൂക്കും, പക്ഷേ വലുതായിട്ട് അങ്ങനെ കായ്ക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം 1-2 ഒക്കെ കായ്ച്ചോളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബഡ് പോയിട്ടാണ് ഇത് കായ്ച്ചത്. ബഡിൻ്റെ അവിടെ വെച്ച് ഒടിഞ്ഞു പോയി. അപ്പം വല്ലപ്പോഴൊക്കെ കായ്ക്കും. പ്രാവശ്യം നമുക്ക് ഒരെണ്ണം ഇങ്ങനെ കായ്ച്ച് കിട്ടിയിരിക്കുകയാണ്. കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇതൊന്ന് പഴുത്താന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് നിൽക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇത് നമ്മൾ അടത്തിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മേളിൽ നിന്ന് അടത്തിട്ടപ്പം തല്ലി ഇത് എന്താണ് മിൽക്ക് ഫ്രൂട്ടും ഇത് മിൽക്ക് വല്ലതാണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിൽ ഇത് പാകമായിട്ടുണ്ട്, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ സപ്പോർട്ടൊക്കെ ചിക്കുമൊക്കെ പൊട്ടിക്കുമ്പോൾ ഏതാണ്ട് സെൻറ്റർ ഏതാണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് തറയെ വീണുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തല്ലി പോയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ഥലമുള്ളവർ നമുക്ക് ഈ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് ഫ്രൂട്ടിനെ ഒന്ന് നട്ട് നോക്കാവുന്നതാണ്. അത് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം വല്ലപ്പോഴും കൂടെയാണ് നമുക്ക് ഇത്രയും വലിയ മരത്തിൽ നിന്ന് കിട്ടുന്നത്. എന്നാലും വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടായിരിക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സൂര്യവരിക്കയാണ്, ഹോം ഗ്രൗണ്ടാണ്. വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം 5, 6, 7 വർഷത്തിന് മേളിലായി. ഇതുവരെ കായ്ച്ചില്ല. നമ്മളൊരു പ്രയോഗം നടത്തിയപ്പോഴത്തേനും പ്രാവശ്യം നല്ല കള വന്നിട്ടുണ്ട്. എന്താ നാലും ചക്ക ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാ കാഴ്ചകളും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്ന കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രണ്ട്സ്.